السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഈ കഴിഞ്ഞ പാഠം ജിനായത്തിൻ്റെ പാഠാണല്ലോ. ആ പാഠത്തിലാണ് ഈ എന്താ പറയുക, ഗർഭസ്ഥ ശിശുക്കളൊക്കെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്നത്. കുട്ടിൻ്റെ വയറ്റിലുള്ള കുട്ടിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി മരുന്ന് കുടിപ്പിക്കുന്ന ചർച്ച ഇമാം അബൂ ഇസ്ഹാഖ് അൽ മർവസി നടത്തിയിട്ടുണ്ട്. അലക്കത്തും മുളകത്തും ആകുമ്പോൾ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഹയ്യായിൽ പറയുന്നത് നിരുപാധികം ഹറാമാണ് എന്നുമാണ്. അപ്പോൾ ഇതൊരു വലിയ ചർച്ചയാണ്. അപ്പോൾ നമുക്ക് നടത്തിയാലിപ്പോൾ പിന്നെ ഈ കൊലപാതകം നടത്തിയാൽ ഈ ദിയത്തിന് പുറമെ ഒരടിമനെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിലും 2 മാസം നോമ്പ് വിൽക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇനി രിദ്ദത്തിൻ്റെ പാഠമാണ്. രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ റദ്ദ എന്ന് പറഞ്ഞാൽ മടങ്ങി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മടങ്ങുക, പിന്മാറുക എന്നാണ്. കുഫ്ർ പല ഐറ്റം ഉണ്ട്. അതിൽ ഏറ്റവും മോശപ്പെട്ടത് രിദ്ദത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ജനിക്കുമ്പോഴേ കാഫറായ ആൾക്കാരുണ്ടല്ലോ, അതിനേക്കാളും കടുത്ത ശിക്ഷയാണ്, തെറ്റാണ് രിദ്ദത്ത്. ഒരാൾ മുർത്തദ്ദായി മരിച്ചു പോയാൽ അയാളെ എല്ലാ അമലുകളും ബാത്തിലായി പോയി എന്നാണ്. അമലൊക്കെ ബാത്തിലായെങ്കിലും വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ രിദ്ദത്തിൻ്റെ കാലഘട്ടത്തിലുള്ള എല്ലാ ഇബാദത്തും വീണ്ടും മടക്കേണ്ടി വരും. കാഫറായ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ അതുവരെയുള്ള ഒക്കെ അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, തിരിച്ചു കൊല്ലൂല. മുർത്തദിന് നിയമങ്ങളൊക്കെ ബാധകമാണ്, അതോടെ ഗൗരവകരമാണ്. രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ മത്തിനാണ് ഞാൻ വായിക്കുന്നത്. ഖുറത്തുൽ അതിനാണ് ഖത്ഉ മുകല്ലഫിൻ ഇസ്ലാമൻ ബി കുഫ്രിൻ അസ്മൻ ഔ ഖൗലൻ ഔ ഫിഅലൻ ബി ഇഅ്തിഖാദിൻ ഔ മഇനാദിൻ ഔ ഇസ്തിഹ്സാഇൻ. ഇത്രയാണ് ഇതിൻ്റെ നിർവചനം. ഇസ്ലാമിനെ മുറിക്കുക, വിച്ഛേദിക്കുക, കുഫ്ർ കൊണ്ട്. തീരുമാനിച്ചുറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഉദ്ദേശപൂർവം, അല്ലെങ്കിൽ വാക്കാൽ, അല്ലെങ്കിൽ പ്രവർത്തിയാൽ, വിശ്വാസത്തോടു കൂടെയോ അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ല ഒരു വാശിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടോ. ഖത്ഉ മുകല്ലഫിൻ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവുള്ള ഒരാൾ മുറിക്കലാണ്, ഇസ്ലാമിനെ മുറിക്കലാണ്. ബി കുഫ്രിൻ കുഫ്ർ കൊണ്ട്. കുഫ്ർ എന്തുകൊണ്ടൊക്കെ വരാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അസ്മൻ ഉദ്ദേശപൂർവം, ഉദ്ദേശമില്ലാതെ അപ്പം പെടില്ലല്ലോ. ഇപ്പം മുറിക്കണമെന്ന് കരുതിയാണെങ്കിൽ നാളെ കാഫറാകണമെന്ന് കരുതിയാൽ എന്നാലും ഇസ്ലാമെന്ന് പുറത്തു കിട്ടോ. ഔ ഖൗലൻ അല്ലെങ്കിൽ വാക്കാൽ, അല്ലെങ്കിൽ പ്രവർത്തിയാൽ. എങ്ങനത്തെ പ്രവൃത്തി കൊണ്ടാകണമെങ്കിൽ ബിഇഅ്തിഖാദിൻ വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തിയാകണം. ആ പ്രവൃത്തിയെ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാകണം. അല്ലെങ്കിൽ ആ വാക്കിനെ ഉദ്ദേശപൂർവം മുറിക്കുക. ഖൗലൻ ഔ ഫീലൻ ബിഇഅ്തിഖാദിൻ വാക്കാലോ പ്രവൃത്തിയാലോ. വാക്കും പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അത് ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ വാക്കിനെ വിശ്വസിക്കണം. അല്ലാതെ അന്തം വിട്ട് പറഞ്ഞാൽ ഇസ്ലാമൊന്ന് പുറത്തു പോരാ. ഔ മഇനാദിൻ സത്യമാണ് എന്ന് അറിഞ്ഞു, ഉള്ളിൽ സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് എന്ത് ചെയ്യുക, നിഷേധിക്കുക. അതിനാണ് ഇനാദ് എന്ന് പറയാം. ഒരു മത്സര ബുദ്ധിയോടുകൂടി, വിശ്വാസത്തോടു കൂടി. ഔ മഇനാദിന് വിശ്വാസമൊന്നുമില്ല, എന്നാലും ഇപ്പോൾ അബൂജാഹിലിന് ഇപ്പം നബി തങ്ങൾ സത്യമാണെന്ന് അറിഞ്ഞിരുന്നല്ലോ, അള്ളാഹിൻ്റെ ദൂതനാണെന്ന്. ഖുർആൻ സത്യമാണെന്ന് അവർക്കൊക്കെ അറിഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇനാദാണ്, വിശ്വാസം മനസ്സിലില്ല. പിന്നെ ഒരു നിഷേധ ചിന്തയോടുകൂടി,
ഇനാദോടുകൂടി പുറമേക്കുള്ള നിഷേധം കാണിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്ന ആളായാലും വാക്ക് പറയുന്ന ആൾ രണ്ടിടത്തേക്കും മടങ്ങുക. ഔ മാ ഇസ്തിഹ്സാഇൻ, അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട്. പേടിച്ചാട് പറഞ്ഞാലൊന്നും എന്താവില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരിക. കാരണം ഇത്തിഖാദില്ല, ഇനാദുമില്ല, ഇസ്തിഹ്സാവും ഇല്ല. ഇവിടെ ചില ചർച്ച ഉണ്ട്, ഔലിയാക്കന്മാരൊക്കെ അനല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കത് ഉദ്ദേശമല്ല. മൂപ്പരെ മുക്കല്ലഫല്ല ആ സമയത്ത്. അവർ മുക്കല്ലഫ് പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരും. ഓല് ആ അവസ്ഥയിൽ നിന്ന്, അവരുടെ സ്വബോധാവസ്ഥയിൽ നിന്ന് മറിഞ്ഞുകൊണ്ട് അനല്ലോ എന്നൊക്കെ ഇബ്നു അറബിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ ചിലതൊക്കെ ഉണ്ട്. പുറത്തേക്ക് കേൾക്കുമ്പോൾ അത് കുഫ്റാണെന്ന് തോന്നും, പക്ഷേ അത് മറ്റ് ചില അർത്ഥങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പം എന്തായാലും ഈത്തിഖാദോടുകൂടിയല്ല പറയുന്നത്, അതിൻ്റെ വാക്കും പ്രവൃത്തിയും ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്. അപ്പോൾ അവരെ കിതാബ് നോക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയല്. അവരെ വിഷയം അറിയാത്ത ഇബ്നു അറബിൻ്റെയും മറ്റൊന്നും കിതാബ് നോക്കാൻ പാടില്ല, ഹറാമാണെന്ന് പറയാം. അങ്ങനെ അവർ പുറത്തേക്ക് അനല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഓല് അവരല്ലാ എന്നല്ല അവർ പറയുന്നത്. ഗൈബത്ത്, അവരെ ബുദ്ധി മറഞ്ഞ സമയത്ത്, അപ്പോൾ തക്ലീഫില്ലല്ലോ, ആ സമയത്ത് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ വളരെ പ്രഗത്ഭനാണെന്ന് എല്ലാവരും പറഞ്ഞ ആളല്ലേ ഇബ്നു അറബി, അവരെ പിൻഗാമികളൊക്കെ, അബൂ യസീദുൽ ബിസ്താമിയൊക്കെ, എല്ലാ പിൻഗാമികളായ എല്ലാ ഔലിയാക്കന്മാരും അവരെ ശരിവെച്ചിട്ടുണ്ടല്ലോ. അപ്പം അവരിൽ നിന്ന് എൻ്റെ ജുബ്ബൻ്റെ ഉള്ളിൽ പഠിച്ചോനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൻ്റെ ലാഹിർ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ വാക്കിനെയോ പ്രവൃത്തിയോ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോഴേ കാഫറാവുള്ളൂ. അത് മനസ്സിലാക്കാത്ത ആൾക്കാർ മനസ്സിലാകാതെ മുന്നോട്ട് പോകുക എന്നല്ലാതെ എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരാണ്, തർക്കമില്ലാത്ത ആൾക്കാരവരൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് കുഫർ? കനഫീസാനീന്ന്, സൃഷ്ടാവിനെ നിഷേധിക്കുക. ലോകം സൃഷ്ടിച്ച ഒരാളില്ല, നിരീശ്വരവാദികളൊക്കെ ഏർപ്പെട്ടു. നബിയെ നിഷേധിക്കുക, അങ്ങനെ അള്ളാഹു നബിനെ അയച്ചിട്ടില്ല. മൂന്നാമത്തെ ശ്രദ്ധിക്കുക, ജഹദ് മുജ്മഇൻ അലൈഹി മഅലൂമത്തിൻ മിനദ്ദീൻ ബിദ്ദറൂറത്തി മിൻ ഗൈരി തഗ്യീരിൻ, ദീനിൽപ്പെട്ടതാണെന്ന് നിസ്തർക്കം അറിയപ്പെട്ട മുസ്ലിം ലോകം ഏകോപിച്ച ഒരു കാര്യത്തെ നിഷേധിക്കുക. ഒരു വ്യാഖ്യാനത്തോടുകൂടിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു വ്യാഖ്യാനം അതിനില്ലാത്ത വിധത്തിൽ നിഷേധിക്കുക. മുജ്മഅ അലൈഹിയാണ് എന്നുള്ളത് യാതൊരു വ്യാഖ്യാനവുമില്ലാതെ മുജ്മഅ അലൈഹിയായ കാര്യമാണ്. ലോകം, പണ്ഡിത ലോകം ഏകോപിച്ച കാര്യം ജഹദ് നിഷേധിക്കുക. അത് ദീനിൽപ്പെട്ടതാണ് എന്ന് ബിദ്ദറൂറത്ത് നിസ്തർക്കം അറിയപ്പെട്ടിട്ടുണ്ട്, തർക്കമില്ലാതെ. ദലീലൊന്നും ആവശ്യമില്ല, ആയത്തും ഹദീസൊന്നും ആവശ്യമില്ല. ചിലപ്പം ആണെങ്കിൽ അതിന് ഖുറാനിലെ ആയത്തൊന്നും ഉണ്ടാവണമെന്നില്ലേ, ഖുറാനിൽ ആയത്തന്നെ ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ഫർദാക്കപ്പെട്ട നിസ്കാരം, മക്തൂബായ നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് അള്ളാഹ് പറഞ്ഞിരിക്കണം, നിസ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കണം. നിർബന്ധമാണെന്ന് കൂടി പറഞ്ഞിരിക്കണോ? ഇല്ലല്ലോ. പക്ഷേ നിസ്കാരം എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ തർക്കമില്ലാതെ അറിയപ്പെട്ടൊരു കാര്യമാണ്. അത് നിശ്ചയിച്ച കാഫറാവും. കച്ചവടം ഹലാലാണ്, നിക്കാഹ് ഹലാലാണ്, കള്ളുകുടിക്കൽ ഹറാമാണ്, ലിവാത്ത് ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, റവാത്തിബ് സുന്നത്ത് എന്നുള്ള സാധനമുണ്ട്, പെരുന്നാളുണ്ട്. ഇതൊക്കെ മുജ്മഅ അലൈഹിയാണ്. ഇത് ബിദ്ദറൂറത്തി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും എല്ലാവർക്കും അറിയുന്നത് എന്നാണ്. ഇത് നിഷേധിച്ച കാഫറാവും, ഒരു പുതു മുസ്ലിമൊന്നും അല്ലെങ്കിൽ. ഇതിപ്പം അഖീദയാണ് കേട്ടോ, നഫീ സാനിയും വ നബിയും വ ജഹദി മുജ്മഇൻ അലൈഹി എന്നുള്ളത്. ഇനി നോക്കി ഫിഅലിൻ്റെ ഉദാഹരണം, സുജൂദിൽ മഖ്ലൂഖിൻ, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുക, ആരും പേടിപ്പിച്ചിട്ടൊന്നുമല്ല. അവിടെ ഇപ്പോൾ ഇഅ്തിഖാദൊന്നും വേണമെന്നില്ല. അവൻ്റെ ഹൃദയം അവയവങ്ങളോട് യോജിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള അവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ പ്രവൃത്തിയാണ് കാണിച്ചത്. ബിംബങ്ങൾക്ക് തന്നെ സുജൂദ് ചെയ്യണമെന്നില്ല. റുക്കു കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരിക. സുജൂദാണ് താലീമിൻ്റെ അങ്ങേയറ്റത്തെ പ്രവർത്തനം.
ഇനി അള്ളാഹിനോടുള്ള താളീമ മാതിരി ഒരു സൃഷ്ടിനോട് താളീമിനെ കരുതി അപ്പോൾ ഇസ്ലാമെന്ന് പുറത്തു പോകും. അത് ശിർക്കാണ്. അതിൽ പെട്ടതാണ് ഈ ക്രിസ്തീയ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് അവരെ വേഷം ധരിച്ച് നടക്കുക എന്നുള്ളത്. അവരെ വേഷം ധരിച്ചാണ് നടക്കുക. അപ്പം പിന്നെ അതിൻ്റെ ലാഹിർ എന്താ? ഇസ്ലാമെന്ന് പുറത്തു വരുന്നല്ലേ, അല്ലാതെ നടക്കുന്നത് പേടൂല. അവർക്കിടയായൊരു വേഷം ഉണ്ടല്ലോ, ഒക്കെ ഇതിൽ പെട്ടു. തറദ്ദുദിമ്പിക്കും കുഫറിൽ സംശയിക്കൽ കൊണ്ടും ഇസ്ലാമെന്ന് പുറത്തു പോകും. എന്താ കുഫർ ചെയ്യണോ ചെയ്യേണ്ടതെന്ന്, കാഫറാണോ വേണ്ടേ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം മനുഷ്യനെ യാതൊരു വ്യാഖ്യാനവും നൽകാതെ ഒരു കാരണവും പറയാതെ നിരുപാധികം കാഫറാക്കിയിരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിന് കുഫർ എന്ന് പേര് പറയാൻ പാടില്ലല്ലോ. ഖുർആൻ്റെ ഈജാസ് നിശ്ചയിച്ചാൽ കാഫറാവും, അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു ഹർഫ് നിശ്ചയിച്ചാൽ കാഫറാവും. അങ്ങനെ കുറേ ഉണ്ട്. ശറാഹിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്, കുറേയൊക്കെ കിട്ടും. ഇവിടെ ഒരു തമ്പീഹുണ്ട്, ഒരു ഉണർത്തലേക്ക്. സാധാരണ കാഫറാക്കാൻ ചില ആൾക്കാർക്കൊക്കെ ഒരു ആവേശമാണ്. അതിൻ്റെ സറയിൽ കാണാം എംബഗീൽ മുഫ്തി, ഉസ്താദുമാർക്ക് നിർബന്ധമാണ് അയ്യഹ്താത്ത തക്ഫീരി, കാഫറാക്കിനോടത്ത് വളരെയധികം സൂക്ഷ്മത പാലിക്കണം. സാധിക്കുന്ന നിലയ്ക്ക് ഇലാമി ഖത്തിരിക്കാൻ കുഫർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. വഹലവത്തി ആദ്യമി ഖസ്തിഹി സിയമ, സാധാരണക്കാരെ അത് ഉദ്ദേശിക്കാതിരിക്കലാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ സാധാരണക്കാരൻ അങ്ങനെ വല്ലതും ചെയ്ത് എനിക്ക് ഉദ്ദേശം ഉണ്ടാവില്ലേ എന്നറിയാതെ നമ്മൾ കാഫറാക്കാൻ പോകരുത്. വലബത്തി ആദ്യമി ഖസ്തിഹി, അത് ഉദ്ദേശിക്കാതിരിക്കലാണ് കൂടുതലും ഉണ്ടാകുക മുസ്ലിമീങ്ങളിൽ നിന്ന്. സിയമാമിന ലവാമി, പ്രത്യേകിച്ചും സാധാരണക്കാരിൽ നിന്ന്. അപ്രകാരമാണ് ഒമാസാര ഇമുത്തുനാലാദാരിക്ക ഖദീമം ഹദീസൻ, മുൻകാലത്തും ഇക്കാലത്തും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് കാഫറാക്കലൊക്കെ കൂടുതലാണ്. നമ്മളിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദിനൊന്നും കാഫറാക്കൂലല്ലോ. അങ്ങനെ കാഫർ ആക്കാതിരിക്കലാണ് നമ്മുടെ നിലപാട്. ഇനി അവൻ്റെ ശിക്ഷ എന്താണെന്നാണ് പറയുന്നത്. ഇസ്തതാബ് മുർത്തദും, മുർത്തദിനോട് തൗബ ചോദിക്കപ്പെടണം, ആണായാലും പെണ്ണായാലും. കാരണം ഇസ്ലാം എന്നുള്ളൊരു കാര്യം ഉണ്ടായതിന് ആളല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവാക്കാൻ മാർഗം ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ട. അപ്പോൾ തൗബയെ ചോദിക്കണം. സുമ്മ, ഇങ്ങോട്ട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുതിലാവന് കൊല്ലപ്പെടണം. സാധാരണക്കാർക്ക് പറ്റൂല, ഭരണാധികാരിക്ക്. ബിലാ ഇംഹാലിന് സാവകാശം കൊടുക്കേണ്ടതില്ല. ഇത് കൊല്ലപ്പെടൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മാറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാനിത് പിന്മാറി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂലേ. അപ്പം അത്രയും വാശിയും വേറുള്ള ആൾ മാത്രമേ ഇതിൽ കൊല്ലപ്പെടുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവില്ല, വളരെ അപൂർവം എന്ന് പറയാൻ കാരണം. ഇനി ഇസ്ലാം എങ്ങനെയാണ് ആവേണ്ടത് എന്ന് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഷ്ഹദു കൂട്ടി പറയണം എന്നൊക്കെ ഉണ്ട്. ബാബുൽ ഹുദൂദ്, ശിക്ഷകളെക്കുറിച്ച് പറയുന്ന പാഠാണ്. വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണ്. വ്യഭിചാരമാണ് കുറ്റങ്ങളെ കൂട്ടത്തിൽ കുഫർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ്. കൊലപാതകം കഴിഞ്ഞാൽ ഒന്നാമത്തെ കൊലപാതകമാണ്, രണ്ട് വ്യഭിചാരമാണ്. അല്ല വ്യഭിചാരമാണോ ഒന്നാമത്തെ, കൊലപാതകത്തിന് ശേഷമാണോ അഭിപ്രായമുണ്ട്. ഏതായാലും വലിയ ഗൗരവമാണ്, അള്ളാഹു കാക്കട്ടെ. വ്യഭിചരിച്ച ആളെ കൊല്ലണം, 100 അടി അടിക്കുക, പിന്നെ ഒരു കൊല്ലം നാട് കടത്തുക എന്നുള്ളതാണ് അടിസ്ഥാന നിയമം. എപ്പോൾ അയാൾ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ. നോക്കൂ, യജ്ലിദു ഇമാമൻ, ജലദാന അടിച്ചു, ഇമാം അടിക്കണം, അല്ലെങ്കിൽ ഭരണാധികാരി. ഹുറൻ, സ്വതന്ത്രനായ ഒരു വ്യക്തിയെ, മുക്കല്ലഫൻ, ബുദ്ധിയും പ്രായപൂർത്തിയുള്ള ജന, വ്യഭിചരിച്ച ഒരു വ്യക്തിയെ എന്താക്കണം? വ്യഭിചരിച്ചാലേ ഉള്ളൂ, മറ്റുള്ള ശിക്ഷക്കൊന്നുമില്ല. വ്യഭിചരിക്കൽ കൊണ്ട് മാത്രം. മറ്റുള്ളതൊക്കെ ചെയ്താൽ ശിക്ഷ വേറെ കൊടുക്കുക. മനുഷ്യനെ വ്യഭിചരിക്കണം കേട്ടോ. മൃഗങ്ങളെ വ്യഭിചരിച്ചാൽ അതിന് എത്ര ശിക്ഷ അല്ല, ശിക്ഷയേ ഉള്ളൂ. 100 അടി അടിക്കണം. വയുഖർരിബു, എന്നിട്ട് ആ വ്യഭിചരിച്ചവനെ നാട് കടത്തണം. ആമൻ, ഒരു കൊല്ലം, ഒരു ബസറാക്കാവുന്ന ഒരു 90 കിലോമീറ്റർ അപ്പുറത്തേക്ക്. ഇൻഖാന ബിക്രൻ, വ്യഭിചരിച്ച ആള് അല്ലെങ്കിൽ വ്യഭിചരിക്കപ്പെട്ട പെണ്ണ് ബിക്രാണെങ്കിൽ, അഥവാ തീരെ വത്ത് ചെയ്തയോ ചെയ്യപ്പെടാത്തയോ ആണെങ്കിൽ. ബിക്രാവുമ്പം ബിക്രല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ സയ്യിബാവുമല്ലോ.
ലാ മഅ ദന്നിഹിൽ അനുവദനീയമാണ് എന്ന വിചാരത്തോടു കൂടി വ്യഭിചരിച്ചാൽ അല്ല. അനുവദനീയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ അപ്പടിക്കൂല. ഇസ്ലാമൊക്കെ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ആ സമൂഹത്തിൻ്റെ അർത്ഥം, ചില സമൂഹത്തിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പം അടിക്കണം എപ്പോൾ? ലാ ഇൻ സന വ്യഭിചരിക്കുമ്പോഴല്ല, മഅ ദന്നിഹിൽ അനുവദനീയമാണ് എന്ന വിചാരത്തോടു കൂടെ. ഔ തഹ്ലീലി ആലിമിൻ അല്ലെങ്കിൽ ഒരു ആലിമ് അനുവദിക്കലോടുകൂടെ. ചിലതുണ്ട് ആലിമീങ്ങൾ അനുവദിച്ചത്, വലിയില്ലാത്ത നിക്കാഹ്, സാക്ഷിയും വലിയും ഇല്ലാത്ത നിക്കാഹ് വ്യഭിചാരാണ് എന്നാ കണക്ക്. പക്ഷെ അതും ഹലാലാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഹനഫി മദ്ഹബിൽ വലിയ മതിയും വലിയ ഷാഹിദ് വേണമെന്നില്ല. മാലിക്കി മദ്ഹബിൽ ഷാഹിദ് വേണമെന്നില്ല, വലിയ മതി എന്നാണ്. ഹനഫി മദ്ഹബിൽ വലിയ വേണമെന്നില്ല, ഷാഹിദ് മതി എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആയാലോ അത് വ്യഭിചാരമാണ്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു അത് ഹലാലാണ്. അത് പിടിക്കപ്പെടാൻ പറ്റിയ അനുമതിയല്ല, വാക്കല്ല എന്നാൽ പോലും. അപ്പോൾ ഒരു ആലിമ് ഹലാലാക്കലോട് രണ്ടും കൂടിയല്ല. അപ്പോൾ വലിയില്ലാത്ത നിക്കാഹ് നടന്നാൽ അത് വ്യഭിചാരാവൂലേ? ചില മതം അനുസരിച്ച് അതിന് കുഴപ്പമില്ല. രണ്ടും കൂടി നടത്തിയാൽ ഓക്കെ. മുത്തഅത്തിന്റെ നിക്കാഹൊക്കെ ഹദ്ദ് അടിക്കപ്പെടുന്നതാണ്. മുത്തഅത്തിന്റെ നിക്കാഹ് ഒരു നിശ്ചയ കാലത്തേക്ക് നിക്കാഹ് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഇനി അടുത്തത് എറിഞ്ഞു കൊല്ലേണ്ടത് ആരെയെന്നുള്ളതാണ്. വയുർജിമു അയാളെന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. മുഹ്സനൻ ബിക്രല്ലാത്ത വിവാഹിതനായ ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലണം. മരിക്കുന്നത് വരെ എറിഞ്ഞു കൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. ബൗഖിറ റജുമുൻ ലിവദി ഹംലി വഫിതാമിൻ പ്രസവിക്കാൻ വേണ്ടിയും മുലകുടി നിർത്താൻ വേണ്ടിയും എറിയുന്നതിനെ പിന്തിക്കപ്പെടേണ്ടതാണ്. നമ്മൾ വിചാരിച്ച കേസ് വന്നാൽ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി മുടി നിർത്തുന്നവരെ നിർത്തണം. ഭരണാധികാരി റജുമിനെ പിന്തിക്കേണ്ടതാണ്. വദി ഹംലിൻ ഗർഭം പ്രസവിക്കാൻ വേണ്ടി, ഫിത്താമിൻ മുലകുടി നിർത്താൻ വേണ്ടിയും. വ്യഭിചാരിച്ചു എന്നെങ്ങനെ അറിയാം? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല. അത് കുറച്ച് നിയമമുണ്ട്. ഇസ്ബത്തു വ്യഭിചാരം സ്ഥിരപ്പെടും ബിഇഖ്റാരിൻ സ്വയം സമ്മതിക്കൽ കൊണ്ട്, ബയ്യനത്തിന് സാക്ഷികളെ കൊണ്ടും. സാക്ഷികൾ മുഖേന കോടതിയിൽ വന്നു. അതിന് 4 സാക്ഷികൾ വേണം കേട്ടോ. ഒരു സാക്ഷിയും 2 സാക്ഷിയും 3 സാക്ഷിയൊന്നും പോരാ. വലു അഖറ ഇനി ഒരാൾ വ്യഭിചരിച്ചു എന്ന് സമ്മതിച്ചു പറഞ്ഞു കോടതിയിൽ. അപ്പോൾ അയാൾ അടിക്കാനും അല്ലെങ്കിൽ നാടെടുത്താനും തീരുമാനിച്ചു. സുമ്മറച്ച പിന്നെ അയാൾ പിന്മാറിയാൽ സഖത ശിക്ഷ ഒഴിവായി പോകുന്നതാണ്. ഇനി വഹദ്ദ ഖാദിഫുൻ വ്യഭിചാരാരോപണം നടത്തിയവനെ ശിക്ഷിക്കപ്പെടും. ഖാദിഫുൻ മുഹ്സനൻ സമാനീന 80 അടി കൊണ്ട് ശിക്ഷിക്കപ്പെടും. വ്യഭിചാരാരോപണം നടത്തിയ ഒരു മുഹ്സനായ മനുഷ്യൻ എന്ത് ചെയ്തു? ഹദ്ദ ഖാദിഫുൻ മുഹ്സനൻ മുഹ്സനായ വ്യഭിചാരത്തിലൊന്നും പെട്ടിട്ടില്ലാത്ത ശുദ്ധനായ ഒരു വ്യക്തി വ്യഭിചാരോപണം നടത്തിയ ആളെ ശിക്ഷിക്കപ്പെടും. സമാനീൻ 80 അടി കൊണ്ട് ശിക്ഷിക്കപ്പെടും. വ്യഭിചാരോപണത്തിൽ പല രീതിയുണ്ട്. വ്യഭിചരിച്ചു എന്ന് തന്നെ പറയണമെന്നില്ല. ഈ കുട്ടി നല്ലതല്ല എന്ന് പറഞ്ഞാലും വ്യഭിചാരം തന്നെയാണല്ലോ. ഇനി കള്ളു കുടിച്ചാളെ ശിക്ഷ. ഇജ്ലിദ് മുക്കല്ലഫൻ ആലിമൻ ശരിബൽ ഹംറ കള്ളു കുടിച്ച ഹറാമാണെന്നറിയുന്ന ബുദ്ധിയും പ്രായപൂർത്തിയുള്ള ആളെ ഭരണാധികാരി അടിക്കണം. വേജിരിദു മുക്കല്ലഫൻ ആലിമൻ ശരിബ ഹംറൻ കള്ളു കുടിച്ച എത്ര? അടുത്ത പേജ് 40 അടിക്കുക. എങ്ങനെയാണ് അത് സ്ഥിരപ്പെടുക? ഇഖ്റാരിയോൻ സമ്മതിച്ചു കള്ളു കുടിച്ചു പറഞ്ഞു. ഔ ഷഹാദത്ത് റജുലൈനി അല്ലെങ്കിൽ 4 സാക്ഷികൾ എന്ത് ചെയ്യുക? 4 അല്ല 2. മറ്റ് വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ 4 സാക്ഷികൾ വേണം. ഇത് 2 പുരുഷന്മാർ സാക്ഷി എന്നാൽ മതി. കള്ളിൻ്റെ വാസന കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അടിക്കാൻ പറ്റില്ല. വാസന ഉണ്ടായപ്പോൾ പല മെഷീനൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ കള്ളുടെ ഇങ്ങനെ ആടിപ്പാടി നടക്കണമെന്നും പറ്റും. നിൽക്കാൻ സമ്മതിക്കണം. അല്ലെങ്കിൽ 2 സാക്ഷികൾ സാക്ഷി പറയണം. ഇനി കട്ടതിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.